പ്രിയമുള്ള രണ്ടാം വർഷ വിദ്യാർത്ഥികളെ, നിങ്ങൾക്കേവർക്കും ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഓർഗനൈസിങ്ങിനെ കുറിച്ചാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആദ്യ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഓർഗനൈസിങ്, മീനിങ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഒപ്പം ഓർഗനൈസിങ് പ്രോസസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യും. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഫോർമൽ ഓർഗനൈസേഷനും ഒപ്പം ഇൻഫോർമൽ ഓർഗനൈസേഷൻ. എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഈ കാര്യമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നത്. ഇപ്പൊ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ള മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വിശദമായി പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. ഫോർമൽ ഓർഗനൈസേഷൻ വേഴ്സസ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഈ കാര്യമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ, ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഒപ്പം എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. സോ വാട്ട് ഡു യു മീൻ ബൈ ഫോർമൽ ഓർഗനൈസേഷൻ? Formal organization refers to the organization structure which is deliberately designed in the management to achieve organizational goals. That is, formal organization structure clearly define the authority and responsibility of each individual. It also clearly specify the communication channel. That means in formal organization, communication take place through scalar chain. അപ്പോൾ എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ മുൻകൂട്ടി തയ്യാറാക്കിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി മാനേജ്മെന്റ് കൃത്യമായി പ്ലാൻ ചെയ്യുന്ന ഓർഗനൈസിങ്ങിന്റെ രൂപത്തെയാണ് നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയാം. ഒരു സ്ഥാപനത്തിലെ ലക്ഷ്യം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടാവും. ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി ടോപ്പ് മാനേജ്മെന്റ് ആസൂത്രിതമായി തയ്യാറാക്കുന്ന ഓർഗനൈസിങ്ങിന്റെ രൂപത്തെയാണ് നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഫോർമൽ ഓർഗനൈസേഷനിൽ ആ ഓർഗനൈസേഷനിലെ ഓരോ വ്യക്തിയുടെയും അധികാരം, ഉത്തരവാദിത്വം എന്ത് എന്ന് കൃത്യമായിട്ട് നിർവഹിച്ചിരിക്കും. ഈ ഫോർമൽ ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് സ്കാലാർ ചെയിനിലൂടെയാണ്. എന്താണ് സ്കാലാർ ചെയിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഫോർമൽ ഓർഗനൈസേഷനിൽ ആരിൽ നിന്ന് ഉത്തരവുകൾ സ്വീകരിക്കണം, ആർക്ക് മറുപടി കൊടുക്കണം, ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഫോർമൽ ഓർഗനൈസേഷനിൽ നിർവചിച്ചിട്ടുണ്ടാവും. ഇതാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓർക്കുക, ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ്, വളരെ ആസൂത്രിതമായി ലക്ഷ്യം നേടാൻ വേണ്ടി സ്ഥാപന മേധാവി രൂപീകരിക്കുന്ന ഓർഗനൈസിങ്ങിന്റെ രൂപത്തെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷന്റെ സവിശേഷതകൾ എന്ത്? ഒന്നാമത്തത് deliberately created. Second one, clearly defined superior subordinate relationship. Third one, official line of communication. Fourth one, emphasis of work. Next one, rules and procedure. These are the features of formal organization. ഒന്നാമത്തത് deliberately created. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ
ടോപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്ഥാപന മേധാവി വളരെ ആസൂത്രിതമായി ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി രൂപീകരിച്ചതാണ്. ഇതാണ് ഫോർമൽ ഓർഗനൈസേഷന്റെ ഒന്നാമത്തെ സവിശേഷതകളായി നമുക്ക് പറയാവുന്നത്. നമ്മുടെ മുൻകൂട്ടി തയ്യാറാക്കിയ ലക്ഷ്യം നേടാൻ വേണ്ടി വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഓർഗനൈസേഷൻ ആണ് ഫോർമൽ ഓർഗനൈസേഷൻ. സെക്കൻഡ് പോയിന്റ്, ഡിഫൈൻ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. In case of a formal organization, it clearly defines the superior subordinate relationship. That means it clearly defines the authority and responsibility of each individual. നമ്മളെ ഫോർമൽ ഓർഗനൈസേഷന്റെ ഔപചാരിക സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് അതില് ആരാണ് സുപ്പീരിയർ, ആരാണ് മേലധികാരി, ആരാണ് സബോർഡിനേറ്റ്, ഇവ കൃത്യമായി നിർവചിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും അതോറിറ്റിയും ഓരോ വ്യക്തിയുടെയും റെസ്പോൺസിബിലിറ്റിയും വളരെ കൃത്യമായി ഒരു ഫോർമൽ ഓർഗനൈസേഷൻ നിർവചിച്ചിരിക്കും എന്നുള്ളതാണ് ഫോർമൽ ഓർഗനൈസേഷന്റെ രണ്ടാമത്തെ സവിശേഷത. അതുകൊണ്ട് തന്നെ ആരിൽ നിന്ന് ഉത്തരവുകൾ സ്വീകരിക്കണമെന്നും ആർക്ക് മറുപടി കൊടുക്കണമെന്നൊക്കെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു ഫോർമൽ ഓർഗനൈസേഷനിൽ നിർവഹിച്ചിരിക്കും. അപ്പൊ ഇവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. നെക്സ്റ്റ്, ഒഫീഷ്യൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഒഫീഷ്യൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ? ശ്രദ്ധിക്കാം, ഫോർമൽ ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് സ്കാലാർ ചെയിൻ ആണ്. നമ്മൾ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് എന്താണ് സ്കാലാർ ചെയിൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്കാലാർ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒഫീഷ്യൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ സ്കാലാർ ചെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷനിൽ സ്കാലാർ ചെയിനിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ടോപ്പിൽ നിന്നും കീഴോട്ടും ഒപ്പം തന്നെ താഴെ നിന്നും മുകളിലോട്ടും അപ്വേർഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. അതായത് ഉത്തരവുകൾ മുകളിൽ നിന്ന് താഴോട്ട് വരും. അത് സ്കാലാർ ചെയിൻ പ്രോസസ്സിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ടു സബോർഡിനേറ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, എംബസിസ് ഓഫ് വർക്ക്. വർക്കിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇവിടെ വർക്കേഴ്സിന്റെ പേഴ്സണൽ റിലേഷൻഷിപ്പിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടാൻ വേണ്ടി, സ്ഥാപനത്തിന്റെ എന്താണോ ലക്ഷ്യം അത് നേടിയെടുക്കാൻ വേണ്ടി സ്ഥാപനത്തിൽ ചെയ്തു ചേർക്കേണ്ട ജോലികൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ സ്ഥാപനത്തിലുള്ള വർക്കേഴ്സ് തമ്മിലുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഫോർമൽ ഓർഗനൈസേഷന്റെ മറ്റൊരു സവിശേഷത. ദ നെക്സ്റ്റ് വൺ, റൂൾസ് ആൻഡ് പ്രൊസീജിയർ. ഫോർമൽ ഓർഗനൈസേഷനിലെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള റൂൾസ്, കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ്, ഓരോ കാര്യവും എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് കൃത്യമായ നടപടിക്രമങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് നമുക്ക് ഫോർമൽ ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ്. സെക്കൻഡ് പോയിന്റ്, ഡിഫൈൻ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. തേർഡ് പോയിന്റ്, ഒഫീഷ്യൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫോർത്ത് പോയിന്റ്, എംബസിസ് ഓഫ് വർക്ക്. നെക്സ്റ്റ് പോയിന്റ്, റൂൾസ് ആൻഡ് പ്രൊസീജിയർ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ ആണ്. ഫസ്റ്റ്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ? ഒരു ഫോർമൽ ഓർഗനൈസേഷന്റെ ഗുണങ്ങൾ എന്തൊക്കെ? ഫസ്റ്റ് പോയിന്റ്, അതായത് ഔപചാരിക സംഘടനയുടെ ഗുണങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ്, ഈസി ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി. സെക്കൻഡ് പോയിന്റ്, നോ ഓവർലാപ്പിംഗ് വർക്ക്. Third point, ensure unity of command. Next point, systematic working. Next point, coordination. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ഈസി ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി. ഓർക്കുക, ഫോർമൽ ഓർഗനൈസേഷനിൽ ആര് എന്ത്
ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി നിർവചിച്ചിരിക്കും. ഓരോ വർക്കേഴ്സും ചെയ്യേണ്ട ജോലികൾ എന്ത് എന്ന് അവരോട് കൃത്യമായി പറഞ്ഞിരിക്കും. അങ്ങനെ അവർക്ക് അത് ചെയ്യാനുള്ള അധികാരം കൃത്യമായി നൽകിയിരിക്കും. അതുപോലെ തന്നെ ഈ കാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ റെസ്പോൺസിബിലിറ്റി, ഓരോ വർക്കേഴ്സിന്റെയും റെസ്പോൺസിബിലിറ്റി നമുക്ക് വളരെ എളുപ്പത്തിൽ ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫോർമൽ ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ഗുണം. കാരണം ഫോർമൽ ഓർഗനൈസേഷനിൽ ഓരോ വ്യക്തി ചെയ്യേണ്ട ജോലി വളരെ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ജോലി ചെയ്ത് തീർക്കേണ്ടത് ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്ക് എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഫോർമൽ ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, നോ ഓവർലാപ്പിംഗ് വർക്ക്. നോ ഓവർലാപ്പിംഗ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വർക്ക് ഓവർലാപ്പ് ചെയ്യപ്പെടില്ല. മീൻസ് ഓരോ തൊഴിലാളിയും ചെയ്യേണ്ട ജോലി ഓരോ വ്യക്തിക്കും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അങ്ങനെ ഓരോ വർക്കേഴ്സിനും അവരവർ ചെയ്യേണ്ട ജോലി അസൈൻ ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ അവിടെ ജോലി ഓവർലാപ്പ് ചെയ്യപ്പെടുന്നില്ല. ഒരേ ജോലി തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ സമയനഷ്ടം ഉണ്ടാവുന്നില്ല. സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നു. ഓവർലാപ്പ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഫോർമൽ ഓർഗനൈസേഷന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. നെക്സ്റ്റ്, എൻഷുർ യൂണിറ്റി ഓഫ് കമാൻഡ്. നമുക്കറിയാം മാനേജ്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. നമ്മൾ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട്. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളായിട്ട് ചൂണ്ടിക്കാണിച്ചത് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരാളിൽ നിന്ന് മാത്രമേ ഉത്തരവുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഒരു വ്യക്തി ഒരാളോട് മാത്രമേ ഉത്തരവാദിത്തപ്പെട്ടുള്ളൂ. അവിടെ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് വളരെ കൃത്യമായിരിക്കും. ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ ആളുകളിൽ നിന്നും ഉത്തരവുകൾ സ്വീകരിക്കുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവുകയും സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഇതാണ് ഫോർമൽ ഓർഗനൈസേഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്, എൻഷുർ യൂണിറ്റി ഓഫ് കമാൻഡ്. നെക്സ്റ്റ് വൺ, സിസ്റ്റമാറ്റിക് വർക്കിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, ഓരോ വ്യക്തിയും ചെയ്യേണ്ട ജോലി അവരവർക്ക് കൃത്യമായി അസൈൻ ചെയ്ത് കഴിഞ്ഞു. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ മൂവ് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ നിർവചിച്ചു കൊടുത്താൽ ആ സ്ഥാപനത്തിന്റെ വർക്കിംഗ് വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കും. ഇതാണ് ഫോർമൽ ഓർഗനൈസേഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. നെക്സ്റ്റ്, കോർഡിനേഷൻ. The success of an organization depend on proper coordination. Proper coordination of the work. അതായത് നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്യുന്ന ജോലികളുടെ കൃത്യമായ കോർഡിനേഷൻ ആണ് ആ സ്ഥാപനത്തിന്റെ വിജയത്തെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ കൃത്യമായി അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, വർക്ക് ഇതൊക്കെ കൃത്യമായി നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ സ്ഥാപനത്തിന് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫോർമൽ ഓർഗനൈസേഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഫോർമൽ ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്നാമത്തത് ഈസി ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി, രണ്ടാമത്തത് നോ ഓവർലാപ്പിംഗ് വർക്ക്, മൂന്നാമത്തത് എൻഷുർ യൂണിറ്റി ഓഫ് കമാൻഡ്, നാലാമത്തത് സിസ്റ്റമാറ്റിക് വർക്കിംഗ്, അഞ്ചാമത്തത് കോർഡിനേഷൻ. What are the disadvantage of formal organization? ഔപചാരിക സംഘടനയുടെ പോരായ്മകൾ എന്തൊക്കെ? ഒന്നാമത്തത് ഡിലേ ഇൻ ആക്ഷൻ. ഡിലേ ഇൻ ആക്ഷൻ, തീരുമാനങ്ങൾ നടപ്പാക്കുമ്പോൾ ഡിലേ ആവുന്നു, വൈകുന്നു എന്നുള്ളതാണ് ഔപചാരിക സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ.
കാരണം ഫോമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സ്കാലാർ ചെയിനിലൂടെ വരണം. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സബോർഡിനേറ്റ് ഓഫീസർക്ക് എല്ലാ കാര്യങ്ങളൊന്നും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ല. സബോർഡിനേറ്റ് ഓഫീസർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സുപ്പീരിയർ ഓഫീസറുടെ പെർമിഷനോട് കൂടി മാത്രമേ ഒരു സബോർഡിനേറ്റ് ഓഫീസർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വൈകുന്നു എന്നുള്ളതാണ് ഫോമൽ ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ. രണ്ടാമത്തെ ലിമിറ്റേഷൻ ആയി നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് നോ സ്കോപ്പ് ഫോർ ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റിക്ക് സാധ്യതയില്ല. ക്രിയേറ്റിവിറ്റി ചിലപ്പോൾ സബോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസർ അല്ല ഒരു സൂപ്പർവൈസർക്ക് അദ്ദേഹം വളരെ ക്രിയേറ്റീവ് ആയിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ല. മുകളിൽ നിന്നു എന്താണോ പറയുന്നത്, സുപ്പീരിയർ ഓഫീസർ എന്താണോ പറയുന്നത്, ആ കാര്യങ്ങള് നടപ്പിൽ വരുത്താൻ മാത്രമേ ഒരു സബോർഡിനേറ്റ് ഓഫീസർക്ക് സാധിക്കുള്ളൂ. അദ്ദേഹത്തിന് ക്രിയേറ്റീവായിട്ട് അദ്ദേഹത്തിന്റെ ഐഡിയകള് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഫോമൽ ഓർഗനൈസേഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പോരായ്മ. നെക്സ്റ്റ്, എംബസിസ് ഓഫ് വർക്ക് ഓൺലി. ജോലിക്ക് മാത്രമേ അവിടെ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്ഥാപനത്തിലെ തൊഴിലാളികൾ തമ്മിലുള്ള ബന്ധത്തിന്, മുതലാളി തൊഴിലുടമ തമ്മിലുള്ള ബന്ധത്തിനൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അവിടെ എന്തിനു മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ, സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്താണോ അത് നേടിയെടുക്കാൻ വേണ്ടി ജോലികൾക്ക് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പോരായ്മ. നെക്സ്റ്റ്, അനൗപചാരിക സംഘടന, ഇൻഫോർമൽ ഓർഗനൈസേഷൻ. എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ? ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഈസ് വോളണ്ടറി ആൻഡ് ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് വോളണ്ടറി ഓർഗനൈസേഷൻ ഡെവലപ്ഡ് ഓട്ടോമാറ്റിക്കലി between workers in the organization for satisfying their social and human needs. It is spontaneous relationship that is not created by management. It is not created by management. അതായത് എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നുള്ളത്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ സ്വമേധയാ രൂപീകരിക്കപ്പെടുന്ന സംഘടനയാണ്. സ്ഥാപനത്തിനുള്ളിലെ തൊഴിലാളികൾ തമ്മിലുള്ള അനൗപചാരികമായ ഒരു ബന്ധം രൂപപ്പെടുകയും അവരുടെ മാനുഷിക ആവശ്യങ്ങള്, അവരുടെ പേഴ്സണലായുള്ള ആവശ്യങ്ങള് സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരുടെ ഉള്ളിൽ തന്നെ ഒരു പ്രത്യേക ബന്ധം രൂപപ്പെടുകയും അങ്ങനെ ഒരു സംഘടന അങ്ങനെ ഉണ്ടാവുന്ന ഒരു സംഘടനയ്ക്കാണ് നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. This organization formed informally between workers on the basis of relationship and common interest, which may or may not work related. Which may or may not work related. അത് ജോലിയായി ബന്ധപ്പെടണമെന്നില്ല. അതായത് സ്ഥാപനത്തിന്റെ ഉള്ളില് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സ്വകാര്യമായ പേഴ്സണൽ ആയിട്ടുള്ളതും സാമൂഹ്യമായിട്ടുള്ള ആവശ്യങ്ങൾ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ആ തൊഴിലാളികൾക്കുള്ളിൽ സ്വമേധയാ രൂപീകൃതമാവുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. സ്വമേധയാ രൂപീകൃതമാവുന്ന ഈ ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇതൊരിക്കലും മാനേജ്മെന്റ് രൂപീകരിക്കുന്നതല്ല, സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു സ്ഥാപനത്തില്. ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു സ്ഥാപനത്തില് 1000 തൊഴിലാളികളുണ്ട്. ഈ 1000 തൊഴിലാളികളില് കലാവാസനയുള്ള ഒരു 10-25 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവര് പരസ്പരം അവർക്ക് കലാപരമായിട്ട് നല്ല അഭിരുചി ഉണ്ടാവും. അവരുടേതായ ഒരു ഗ്രൂപ്പ് അവിടെ രൂപം കൊള്ളുന്നു. ഇനി സ്പോർട്സിൽ താല്പര്യമുള്ള കുറെ തൊഴിലാളികൾ ഉണ്ടാവും. അങ്ങനെ സ്പോർട്സിൽ താല്പര്യമുള്ള തൊഴിലാളികളുടെ ഇടയിൽ അവരുടേതായ ഒരു ഗ്രൂപ്പ് രൂപപ്പെടുന്നു. അങ്ങനെ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്കുള്ളിൽ തന്നെ അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി രൂപീകൃതമാവുന്ന സംഘടനാ രൂപമാണ്
അനൗപചാരിക സംഘടന ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ? ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ സവിശേഷതകൾ. ഫസ്റ്റ് പോയിന്റ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ created automatically and is not deliberately created by management. ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ സ്വമേധയാ രൂപീകൃതമാണ്, ഒരിക്കലും മാനേജ്മെന്റ് രൂപീകരിക്കുന്നതല്ല, ഒരു പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കുന്നതല്ല, മറിച്ച് സ്ഥാപനത്തിലുള്ള തൊഴിലാളികളുടെ ചില ആവശ്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടി അവരുടെ ഉള്ളിൽ തന്നെ രൂപീകൃതമാകുന്ന സംഘടനാ രൂപമാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. രണ്ടാമത്തെ ഫീച്ചർ, ഇറ്റ് ഈസ് ഫോംഡ് ബൈ എംപ്ലോയീസ് ടു ഗെറ്റ് their psychological satisfaction. It is formed by the workers for satisfying their needs and wants. സ്ഥാപനത്തിനുള്ളിലെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരുടെ ഉള്ളിൽ തന്നെ രൂപീകൃതമാകുന്ന സംഘടനയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഡസ് നോട്ട് ഹാവ് ഫിക്സഡ് ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഫോർമൽ ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് സ്കാലർ ചെയിനിലൂടെയാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അവിടെ ഒരു ഫിക്സഡ് ലൈൻ ഉണ്ടാവില്ല, സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഒന്നും അവിടെ ഉണ്ടാവില്ല, ആരും ഉത്തരവ് സ്വീകരിക്കണമല്ല, കമ്മ്യൂണിക്കേഷൻ ഏത് രീതിയിലും വരാം. അവിടെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഇല്ല, ആർക്ക് എന്ത് എപ്പോഴും സംസാരിക്കാം, ആ രീതിയിലാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടാവുക. നെക്സ്റ്റ് പോയിന്റ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോമൺ ഇൻട്രസ്റ്റ്. ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ അടിത്തറ എന്ന് പറയുന്നത് സുഹൃത്ബന്ധവും ഒപ്പം അവരുടേതായ താല്പര്യമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്പോർട്സിൽ താല്പര്യമുള്ള ഒരു സ്ഥാപനത്തില് തൊഴിലാളികൾക്കിടയിൽ സ്പോർട്സിൽ താല്പര്യമുള്ളവരുടെ പ്രത്യേക, നമ്മുടെ ക്ലാസ് റൂമുകൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ക്ലാസ്സില് ഒരു 60 കുട്ടികളാണ് നമ്മുടെ ക്ലാസ്സില്. ക്രിക്കറ്റ് കളിയിൽ താല്പര്യമുള്ള ഒരു 10-12 കുട്ടികളുണ്ടെങ്കിൽ അവരുടേതായ ഒരു ഗ്രൂപ്പ് അവിടെ രൂപമുള്ളൂ, ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ് അവിടെ രൂപമുള്ളൂ. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടേതായ ചെറു ചെറു ഗ്രൂപ്പുകൾ അവിടെ രൂപം കൊള്ളുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയാം. നമ്മൾ NSS രൂപീകരിക്കുന്നത് അത് ഫോർമൽ ഓർഗനൈസേഷൻ ആണ് ഒരു പരിധി വരെ. കാരണം അവിടെ കൃത്യമായിട്ട് അവിടെ നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽസ് ഡെലിബറേറ്റ്ലി രൂപീകരിക്കുന്നതാണ് ഈ NSS എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ 60 കുട്ടികളുടെ ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാവണം, ഒരു ഫുട്ബോൾ ടീം ഉണ്ടാവണം, ഫുട്ബോൾ കളിക്കാനുള്ള താല്പര്യമുള്ള കുട്ടികളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ഫുട്ബോൾ ടീം ഉണ്ടാവണം. ഇതൊരു അനൗപചാരിക സംഘടനയാണ്. അപ്പൊ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തൊഴിലാളികളുടെ ഉള്ളിൽ തന്നെ രൂപീകൃതമാവുന്ന സംഘടനാ രൂപമാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ? നെക്സ്റ്റ്, അഡ്വാൻറ്റേജ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ് അനൗപചാരിക സംഘടനയുടെ ഗുണങ്ങൾ? The first advantage, fast communication. So there is no scholar chain of communication. There is no superior subordinate relationship. So fast communication, that's the first advantage of informal organization. Communication വളരെ ഫാസ്റ്റ് ആയിരിക്കും. അവിടെ സുപ്പീരിയർ എന്നോ സബോർഡിനേറ്റ് എന്നോ മേലധികാരി എന്നോ കീഴധികാരി എന്നോ യാതൊരു ബന്ധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, ഇറ്റ് ഫുൾഫിൽ സോഷ്യൽ നീഡ്സ്. An informal organization is created for satisfying the social needs and wants of workers. തൊഴിലാളികൾക്ക് അവരുടെ ഉള്ളിലുള്ള ഹ്യൂമൻ നീഡ്സ്, മാനുഷികമായ ആവശ്യങ്ങള്, സാമൂഹ്യപരമായ ആവശ്യങ്ങള്, ഇതൊക്കെ നിറവേറ്റപ്പെടും എന്നുള്ളതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു മീറ്റ് ദി പേഴ്സണൽ നീഡ്സ്. തൊഴിലാളികളുടെ വർക്കേഴ്സിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങള് സംതൃപ്തിപ്പെടുത്താൻ ഇൻഫോർമൽ ഓർഗനൈസേഷനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്.
നെക്സ്റ്റ് കറക്റ്റ് ഫീഡ്ബാക്ക്. അവിടെ ഫീഡ്ബാക്ക് കറക്റ്റ് ആയിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഇൻഫോർമൽ ഓർഗനൈസേഷനിലെ കമ്മ്യൂണിക്കേഷനിൽ വളരെ പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ? The first limitation or disadvantage that can be pointed out in case of informal organization, that is spread rumors. Rumors, കിംവദന്തികൾ അല്ലെ, നമ്മള് ആ വാക്കാണ് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറ്, കിംവദന്തികൾ. ഔപചാരികമായ സംഘടനയിൽ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. അനൗപചാരിക സംഘടനയില് എന്ത് കമ്മ്യൂണിക്കേഷന്റെ അടിത്തറ ബേസ് എന്നൊന്നും അവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം എന്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും, കിംവദന്തികൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് പറയുന്നത് മോർ എംഫസിസ് ഓൺ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. ആൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഈസ് ക്രിയേറ്റഡ്. It is automatically created for satisfying the individual interest of workers. It never give importance of organizational interest. ഒരിക്കലും സ്ഥാപനത്തിന്റെ താല്പര്യങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ രൂപീകൃതമാവുന്നത് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പോരായ്മ. മേ ബ്രിങ് നെഗറ്റീവ് റിസൾട്ട്. ദി നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് മേ ബ്രിങ് നെഗറ്റീവ് റിസൾട്ട്. ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ചിലപ്പോ ഒരു ഫോർമൽ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾക്ക് വിപരീതമായി പോവുകയാണെങ്കിൽ അത് നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. So, what are the disadvantages of informal organization? First point, spread rumors. Next, it give more emphasis to individual interest. Next, it may bring negative result. These are the disadvantages of informal organization. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അനൗപചാരിക സംഘടനയും ഔപചാരിക സംഘടനയും തമ്മിലുള്ള വ്യത്യാസം. ഒന്നാമത്തത് ഫോർമേഷൻ. എ ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ്, ബട്ട് ആൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഈസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ്. അതായത് ഒരു ഫോർമൽ ഓർഗനൈസേഷൻ കൃത്യമായ ആസൂത്രണത്തിലൂടെ ടോപ്പ് മാനേജ്മെന്റ് രൂപീകരിക്കുന്നതാണ്. എന്നാൽ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്ഥാപനത്തിന്റെ തൊഴിലാളികൾക്കിടയിൽ ഓട്ടോമാറ്റിക് സ്വമേധയാ രൂപീകരിക്കപ്പെടുന്നതാണ്. അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, അവരുടെ ചില താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർക്കുള്ളിൽ തന്നെ രൂപപ്പെടുന്നതാണ് ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോർമൽ ഓർഗനൈസേഷൻ ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ആണ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആണ്. സെക്കൻഡ് പോയിന്റ്, പർപ്പസ്, ലക്ഷ്യം, ഉദ്ദേശം. The formation of formal organization is to achieve predetermined goal of the organization. A formal organization is deliberately created to achieve predetermined goal of the organization. But an informal organization is created to satisfy social and cultural needs and to fulfill their common interest. സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയാണ് ഒരു ഫോർമൽ ഓർഗനൈസേഷൻ രൂപീകൃതമാകുന്നതെങ്കിൽ സ്ഥാപനത്തിനുള്ളിലെ തൊഴിലാളികളുടെ വ്യക്തിപരമായതും സാമൂഹ്യപരമായ ആവശ്യങ്ങൾ
സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി രൂപീകൃതമാവുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, സ്ട്രക്ചർ. In case of a formal organization, it has a well-defined structure of job and relationship. But in case of informal organization, does not have a clear-cut structure. Formal organization വളരെ കൃത്യമായ സ്ട്രക്ചർ ഉണ്ടാവും. സുപ്പീരിയർ ആര്, സബോർഡിനേറ്റ് ആര്, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഇവയൊക്കെ വളരെ കൃത്യമായി നിർവഹിച്ചിരിക്കും. എന്നാൽ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷന് ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല. ആരിൽ നിന്ന് ഉത്തരവുകൾ സ്വീകരിക്കണം, കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ത് എന്നും ഒന്നും പറയില്ല. ഇതാണ് നെക്സ്റ്റ് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കാലാർ ചെയിനിലൂടെയാണ്. ഫോർമൽ ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് സ്കാലാർ ചെയിനിലൂടെയാണ്. എന്താണ് സ്കാലാർ ചെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ എവിടെ നിന്ന് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും, ഈ കമ്മ്യൂണിക്കേഷൻ എവിടെ എൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ കറക്റ്റ് റൂട്ടൊന്നും ഉണ്ടാവില്ല. ഫോർമൽ ഓർഗനൈസേഷന്റെ കമ്മ്യൂണിക്കേഷൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ എൻഡ് ചെയ്യണമെന്ന് കറക്റ്റ് റൂട്ട് ഉണ്ടാവും. പക്ഷെ ഇൻഫോർമൽ ഓർഗനൈസേഷനിലെ കമ്മ്യൂണിക്കേഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്തു എന്നോ ഇൻഫോർമൽ ഓർഗനൈസേഷനിലെ കമ്മ്യൂണിക്കേഷൻ എവിടെ എൻഡ് ചെയ്യുന്നു എന്നോ അവിടെ യാതൊരു റൂട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിഫറൻസ്. നെക്സ്റ്റ്, അതോറിറ്റി. In case of formal organization, authority and responsibility are clearly defined, but in case of informal organization, authority and responsibilities are not clearly defined. അധികാരവും ഉത്തരവാദിത്വം കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഇൻഫോർമൽ ഓർഗനൈസേഷനിലെ അധികാരവും ഉത്തരവാദിത്വം ഒന്നും നിർവചിച്ചിട്ടുണ്ടാവില്ല. നെക്സ്റ്റ്, നാച്ചുറൽ. ഫോർമൽ ഓർഗനൈസേഷൻ വളരെ റിജിഡ് ആണ്. റിജിഡ് എന്ന് പറയുമ്പോൾ അവിടെ വെൽ ഡിഫൈൻഡ് ആണ്, എളുപ്പം മാറ്റാനൊന്നും പറ്റില്ല. പക്ഷെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ വന്ന് ഫ്ലെക്സിബിൾ ആണ്, വളരെ എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും, മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ മറ്റൊരു പ്രത്യേകത. നെക്സ്റ്റ്, ലീഡർഷിപ്പ്. മാനേജേഴ്സ് ആർ ലീഡേഴ്സ്, പൊസിഷണൽ ലീഡേഴ്സ് ആണ്. ലീഡർഷിപ്പ് ഓരോരുത്തരും അവരിരിക്കുന്ന പൊസിഷൻ അനുസരിച്ചാണ് അവർക്ക് ഈ ഫോർമൽ ഓർഗനൈസേഷനിൽ ലീഡർഷിപ്പ് ലഭിക്കുന്നത്. എന്നാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ആയിരിക്കുന്നു അയാൾക്കാണ് കൂടുതൽ അധികാരങ്ങൾ, അയാളിലാണ് കൂടുതൽ അധികാരങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അവിടെ ഗ്രൂപ്പിനുള്ളിൽ തന്നെ ലീഡർ ഉണ്ടാവുകയാണ്. ചിലപ്പോ നമ്മുടെ സ്ഥാപനത്തിലെ ഒരു ഉദാഹരണത്തിന് ഒരു സ്പോർട്സ് ഗ്രൂപ്പ് രൂപീകരിക്കപ്പെട്ടു. ഒരു 50 പേരുള്ള സ്പോർട്സിൽ താല്പര്യമുള്ള ഒരു 50 ആളുകൾ കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് രൂപീകരിക്കപ്പെട്ടാൽ അതിൽ ചിലപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ മുതൽ താഴേക്കിടുള്ള സൂപ്പർവൈസർമാർ വരെ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ലീഡറായിട്ട് ഒരു പക്ഷേ സൂപ്പർവൈസർ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ഓർഗനൈസേഷന്റെ ലീഡറായിട്ട് ഒരിക്കലും ആര് വരില്ല. അവിടെ പൊസിഷനിൽ ഇരിക്കുന്ന അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓർഗനൈസേഷന്റെ ലീഡർഷിപ്പ് രൂപം കൊള്ളുന്നത്. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ലീഡർഷിപ്പ് രൂപം കൊള്ളുന്നത്. ഇതൊക്കെയാണ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്.